ഇത് ചില കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും കലാപങ്ങളും ഹെയ്റ്റ് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എല്ലായിടത്തും. അപ്പോൾ അതിന് പ്രധാന കാരണം ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സിവിക് നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിയമ നടപടികളാണ് അവിടുത്തെ സർക്കാർ അവരുടെ പേരിൽ എടുക്കേണ്ടത്. അല്ലാതെ അവരെ കടന്നാക്രമിക്കുകയോ മറ്റൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ വഷളാവുകയും പിന്നെ കുറേ തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവരും ഗ്രൂപ്പല്ലാത്ത ആൾക്കാർ പോലും ഇപ്പോൾ ഗ്രൂപ്പായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻസ് അധികം ഗ്രൂപ്പുകളൊന്നുമല്ല. അവർ കുറച്ച് ചടങ്ങുകളൊക്കെ റോട്ടിൽ കൂടി നടത്തി നാട്ടുകാരെ വെറുപ്പിക്കുന്ന പരിപാടിയും പുഴകളും സ്ഥലങ്ങളൊക്കെ ഇതാക്കാൻ വയലേറ്റായിട്ട് അവർക്ക് ചില നിയമങ്ങളൊന്നും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ബാക്കി അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും അങ്ങനെയൊന്നും വരാറില്ല. അത് നിയമ നടപടിയിലൂടെ മാത്രമാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എല്ലാ ആൾക്കാരോടും കോമൺ ആയിട്ട് പല രാജ്യങ്ങളും അവരെ കടന്നാക്രമിക്കുക, അവരെ വീട്ടിൽ കയറി ആക്രമിക്കുക, അവരെ പിള്ളേരെ ആക്രമിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് അവിടുത്തെ സർക്കാർ നിർത്തലാക്കിയില്ലെങ്കിൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ അവർക്കെതിരെ നിയമം ആര് കയ്യിലെടുത്താലും അതിനെതിരെ നടപടി എടുക്കണം. അതാണ് സർക്കാർ. അതല്ല ഇത് ജനങ്ങൾക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കണ നിയമ നടപടികളാണെങ്കിൽ തിരിച്ചടി തുടങ്ങുമ്പോൾ ഇതേ അവസ്ഥ തന്നെ സർക്കാർ നോക്കിയേക്കേണ്ടി വരും. പല നാട്ടിലും കലാപങ്ങളുണ്ടാവും. ഇപ്പോൾ കാനഡയിലും അയർലാൻഡായാലും അയർലാൻഡിലൊക്കെ സ്ഥിതികൾ അറിയാമല്ലോ, ഭയങ്കര മോശമായ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെറുതെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ എല്ലാ സർക്കാരുകൾക്കും ഇത് വലിയ പ്രശ്നമാണ്. തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചടിക്കും. അത് നിയമപരമായിട്ട് നേരിടുകയാണെങ്കിൽ നിയമപരമായിട്ട് എല്ലാവരും അതിനനുസരിച്ച് മുന്നോട്ട് പോകും. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ജീവിക്കുക, ഇന്ത്യക്കാരായാലും എല്ലാ രാജ്യക്കാരായാലും.